ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെ ഈ കൃഷിഭവൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കാനായി ക്ഷണിക്കുന്നു. സ്വാഗതം പറയാനായി നമ്മുടെ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ശിരീഷുണ്ട്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ വാർഡ് കൗൺസിലർ സ്നേഹമുള്ള എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യും. ഈ ഒരു കൃഷിഭവൻ്റെ ശിലാസ്ഥാപനം ഇന്ന് നിർവഹിക്കുകയാണ്. നമുക്കറിയാം ഇതിലുള്ള നഗരസഭയുടെ ഫൈനാൻഷ്യൽ പ്രോജക്റ്റാണ്. ഇതിൽ ഞങ്ങൾക്ക് ഫണ്ട് തന്ന ചെയർപേഴ്സണോടും കൗൺസിലംഗങ്ങളും 39 കൗൺസിലർമാരോടും ഞാൻ ആദ്യം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരായും ഈ ഫണ്ട് യഥാസമയം എല്ലാവരും കളഞ്ഞ ഞങ്ങളുടെ കൗൺസിൽ, നഗരസഭ കൗൺസിൽ 39 കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനിച്ചാണ് മഞ്ഞാടി കൃഷിഭവൻ. എല്ലാ കൗൺസിലർമാരും 39 കൗൺസിലർമാരും ഞങ്ങൾക്ക് ഇതിന് പിന്തുണ നൽകി കൃഷിഭവന് വേണ്ടി. അതുകൊണ്ട് ഈ കൃഷിഭവൻ്റെ എത്ര പെട്ടെന്ന് പണി ഈ ദേശത്തെ കൃഷിക്കാർക്ക് ഇവിടെ നമുക്കറിയാം മീനർ പാടശേഖരടക്കം മത്സ്യടക്കം ഇഷ്ടംപോലെ പാടശേഖര കൃഷിക്കാർ നമ്മുടെ ഈ തിരുമൂല, കറ്റോട്, മഞ്ഞാടി, അമ്പലൂർ, തിരുവല്ലട്ടം ഒത്തിരി കൃഷിക്കാരുണ്ട്. അവർക്കെല്ലാം ഉപകാരമായിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിലൂടെ വരട്ടെ അത് പ്രാർത്ഥിക്കുന്നു. ഈ ഉദ്ഘാടനം അതുപോലെ തന്നെ എൻ്റെ പാർട്ടി UDF നേതൃത്വം കോൺഗ്രസിൻ്റെ ടൗൺ മണ്ഡലം UDF കൺവീനറായി ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മുൻ ചെയർമാൻ അടക്കം എല്ലാവരും ഈ കൃഷിഭവൻ ഇവിടെ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സപ്പോർട്ട് കൗൺസിലിന് തന്നാണ്. ചെയർപേഴ്സണെ ഈ കൃഷിഭവൻ ഉദ്ഘാടനം അത് ശിലാസ്ഥാപനം നിർവഹിക്കാൻ ഞാൻ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ രാഹുൽ, ഈ വാർഡിൻ്റെ കൗൺസിലർ ജാസ്, സൈറ്റാന്, മുൻ ചെയർമാൻ തങ്കച്ചാന്, UDFിൻ്റെ കൺവീനർ ലാൽമണ്ണാവിന്, ബെന്നിന്, ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറെ സന്തോഷമുണ്ട്. തിരുവല്ല നഗരസഭയിലെ ഒരു കൃഷിഭവൻ്റെ തുടക്കം ഇവിടെ തുടങ്ങുകയാണ്. നമുക്കറിയാം ഇപ്പം നമ്മുടെ വാടക കെട്ടിടത്തിലാണ് കാമ്പാവത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവിടെ അനുഭവിച്ച് വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നമ്മുടെ മഞ്ഞാടിയുടെ പ്രദേശത്ത് നല്ല ഒരു കൃഷിഭവൻ സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് നഗരസഭയായിട്ട് കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല രീതിയിൽ ഇതിൻ്റെ പണികൾ പുരോഗമിച്ച് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഉദ്ഘാടനം നടത്തുവാനായിട്ട് ഇടവരട്ടെ. ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഔപചാരികമായിട്ട് ഇതിൻ്റെ കൗൺസിലർ ജാതി വാർഡിൻ്റെ കൗൺസിലർ വളരെയധികം എപ്പോഴും കൃഷിഭവൻ മഞ്ഞാടി വേണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ കൗൺസിലിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തുവാനായിട്ട് സാധിച്ചത്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എല്ലാ വാർത്തകളും ചെയർമാൻ, വൈസ് ചെയർമാൻ, ജാസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കൃഷി അതിൻ്റെ ഒരു നട്ടലാണ്. അതിൻ്റെ ആസ്ഥാനം ആവശ്യമാണ് എന്നുള്ള നിരന്തരമായ ആവശ്യത്തിൽ ശ്രീ ജാസ് മുൻകൈ എടുത്ത് നടത്തിയ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടുത്തെ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഇത് നാടിന് സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേർക്കും തിരുവല്ല നഗരസഭയുടെ പേരിലുള്ള നന്ദി.